നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സ്റ്റാറ്റസും കുടുംബ പശ്ചാത്തലവും ഒക്കെ ആരറിയാൻ, ആര് തിരക്കാനാ? ഫാമിലിക്ക് പ്രഭുത്വം ഉണ്ടോ, കയ്യിൽ പൂത്ത പണം ഉണ്ടോന്നൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. സന്ദീപിന് പെൺവീട്ടിലെ പണത്തിന്റെ ആവശ്യമില്ല. പിന്നെ കുടുംബ മഹിമ അതിക്കാലത്തൊരു വിഷയമേ അല്ല. അതൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. പക്ഷെ ഒന്നന്വേഷിക്കണം, പെൺകുട്ടിയുടെ സ്വഭാവം. അതിൽ പാളിച്ച വന്നുകൂടാ. ഇല്ല തമ്പിയച്ച, പെൺകുട്ടിയുടെ സ്വഭാവത്തിന് ഒരു തകരാറുമില്ല, അതെനിക്ക് ഉറപ്പാ. അതൊന്നും നമ്മളിപ്പോ ചിന്തിക്കേ വേണ്ട. പിന്നെ കാണുന്ന പെൺകുട്ടികളെയൊക്കെ ഇഷ്ടപ്പെട്ട് അവരുടെ പിന്നാലെ പോകുന്നവനല്ല സന്ദീപെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും ദൂരം സഞ്ചരിച്ച് മൂകാംബികയിൽ ചെന്ന് ഒരു പെൺകുട്ടിയെ ഇവൻ ഇഷ്ടപ്പെടണമെങ്കിൽ അതൊരു സാധാരണ പെൺകുട്ടി ആയിരിക്കില്ല. അതുമാത്രമല്ലല്ലോ, അവന്റെ ജീവൻ രക്ഷിച്ച പെണ്ണല്ലേ. അതുകൊണ്ട് നമുക്കും അവളോടൊരു കടപ്പാടുണ്ട്. അതെ അതെ. പിന്നെ എന്റെ മോൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി, അവളെ നമുക്ക് ഇവനോട് ചേർത്ത് വെക്കണം. അതിനെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ പോലും നമ്മളത് ചെയ്യണം. ആ കുട്ടിയുടെ കാര്യത്തിൽ ഇനി ഇവിടെ എതിരഭിപ്രായങ്ങളൊന്നും വേണ്ട. സന്ദീപിന്റെ ആഗ്രഹം അതുപോലെ കാര്യങ്ങൾ നടക്കണം. ഇങ്ങോട്ട് വാ. എന്താ മുത്തശ്ശി? ഇവിടെ ഇരിക്കെ. പറ എന്റെ കണ്ണപ്പ. എന്ത് പറയാൻ? നിന്റെ പെണ്ണിനെ കുറിച്ച്. അവളെങ്ങനെ, സുന്ദരിയല്ലേ? അതെ മുത്തശ്ശി, അവള് സുന്ദരിയാ. അവള് പാടൂടാ? പാട്ട് പാടുമെന്ന് അറിയില്ല മുത്തശ്ശി, പിന്നെ പാടി കേട്ടിട്ടൊന്നുമില്ല ഞാൻ. ഡാൻസും ചെയ്യുമായിരിക്കും, പക്ഷേ ഒന്നും അറിഞ്ഞുകൂടാ. മറ്റുള്ളവരോട് കരുണയുള്ളവളാണോടാ? അത് ഉറപ്പല്ലേ മുത്തശ്ശി. അവൾക്ക് മറ്റുള്ളവരോട് കരുണയില്ലാത്തവളായിരുന്നെങ്കിൽ അന്ന് ഞാൻ കുടജാതിലിൽ വീണ് മരിക്കുമായിരുന്നു. ആ മല എത്രയും താണ്ടി മുകളിൽ വന്ന് അവളിനെ രക്ഷിച്ചില്ലേ? അത് മറ്റുള്ളവരോട് കരുണയുള്ളതുകൊണ്ടല്ലേ? അതെ, അവള് കരുണയുള്ളവളാ. അതുകൊണ്ടാ ഒരു പരിചയമില്ലാത്ത നിന്നെ രക്ഷിക്കാൻ അവള് കയറി വന്നത്. പണ്ട് പെണ്ണിന്റെ വീട് കാണാൻ ആണിന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ പോകുന്ന ഒരു പോക്കുണ്ട്. മൊയലിനെ വേട്ടയാടാൻ പോകുന്ന വേട്ടക്കാരില്ലേ, അവരുടെ ഒരു മട്ട. ചെറുക്കന്റെ അമ്മയും സഹോദരിമാരും അപ്പച്ചിമാരും കുഞ്ഞമ്മമാരും ഒക്കെ കൂടി അങ്ങ് ഇറങ്ങും. പെൺകുട്ടികള് വേട്ടക്കാരുടെ മുന്നിൽപ്പെട്ട മൊയൽ കുഞ്ഞിനെ പോലെ പേടിച്ചു വിറച്ചങ്ങ് നിൽക്കും. അങ്ങോട്ട് നടക്ക്, ഇങ്ങോട്ട് നടക്ക്, ഇരിക്കെ, എണീക്ക് എന്ന് വേണ്ട മൊത്തം പരിശോധനയായിരിക്കും. എന്റെ മുത്തശ്ശി, അതൊന്നും ഇന്ന് അപ്ലൈ ചെയ്തേക്കരുത്. പെൺകുട്ടികള് ഫ്രൈങ് പാൻ എടുത്ത് അടിക്കും. ഇല്ലടാ കുട്ട, നിന്റെ പെണ്ണിനെ ഒരു കുറവുമില്ലല്ലോ. പിന്നെ എന്തിനാ ഈ പരിശോധനയൊക്കെ? നമ്മളവിടെ പോവും, കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിക്കും, പിന്നെ സൗകര്യമുള്ള ഒരു ദിവസം അങ്ങ് നിശ്ചയിക്കും, പിന്നെ കല്യാണം. പിന്നെ പെണ്ണിനെയും കൊണ്ട് നമ്മൾ ഇങ്ങ് പോരില്ലേ? അവൻ വന്നിട്ട് എന്തായി? ആദ്യം പോയിട്ട് വന്നപ്പോ ചെറിയ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മൊത്തത്തിലങ്ങ് മാറി. നമ്മൾ നേരത്തെ ഊഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ആ പൂക്കട നടത്തുന്ന പെൺകുട്ടിയായിട്ടുള്ള അവന്റെ അടുപ്പം അത് അപകടോ? ഈ വിഷയത്തില് തമ്പിച്ചേട്ടൻ എന്താ പറയുന്നേ? അച്ഛന്റെ കാര്യം അറിയാലോ. പരസ്യമായിട്ട് ശ്രീകലാമയെ എതിർത്ത് അച്ഛൻ ഒരു വാക്ക് പറയില്ലല്ലോ.
അവളുടെ കാര്യത്തില് ശ്രീകലയുടെ സ്റ്റാൻഡ് എന്താ? പൊന്നു മോന്റെ ഇഷ്ടത്തിനെതിരായിട്ട് എന്തേലും അവര് ചെയ്യോ? അവര് സമ്മതിച്ചു. അവര് മാത്രമല്ല, അവന്റെ മുത്തശ്ശിയും സമ്മതിച്ചു. എത്രയും വേഗം അങ്ങോട്ട് പോയി പെണ്ണ് കണ്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ള ഒരുക്കത്തിലാ അവര്. എന്ത് വഴി സ്വീകരിച്ചിട്ടായാലും ആ കല്യാണം മുടക്കണം. നമ്മൾ ഇവിടെ ഇരുന്ന് ശ്രമിച്ച ഒരു കാര്യവും നടക്കില്ല ആന്റി. അവർക്കൊപ്പം നമ്മളും പോണം. അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് സൗകര്യം പോലെ വേണ്ടത് ചെയ്യണം. അതെ, ഞാൻ മാത്രം പോയിട്ട് കാര്യമില്ല, മല്ലിക ആന്റിയും വരണം. ശ്രീകലേച്ചിക്കൊന്നും എന്നെ അത്ര പിടുത്തമില്ല. സന്ദീപിനാണെങ്കിൽ തീരെയില്ല. എന്നെ ഒപ്പം കൊണ്ടുപോകണ്ടെന്നേ അവര് പറയൂ. നോക്കാം, അച്ഛനെ കൊണ്ട് സംസാരിപ്പിക്കാം. അത് വേണം. അവന്റെ ഈ രണ്ടാം കല്യാണ ശ്രമം മുടക്കി കൈ കൊടുക്കണം നമ്മള്. അതെ, അങ്ങ് കേരളത്തിലെ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ സ്വർണമൊക്കെ ആരോ കട്ടോണ്ട് പോയത്രേ. എങ്കിലേ അതൊരു അസാധാരണ കള്ളന. ഓരോ കള്ളനും അവന് ശിക്ഷിപ്പെടണം. കട്ടത് പക്ഷേ കള്ളനൊന്നുമല്ല. പിന്നെ അതവരന്വേഷിക്കുന്നതേ ഉള്ളൂ. മോനകിക്ഷ, പറ്റിയാൽ നീ അവരെ കണ്ടുപിടിക്കണം. എന്നിട്ട് അവരുടെ ശിക്ഷനായിട്ട് നിന്ന് കാര്യങ്ങൾ പഠിക്കണം. അപ്പന്മാര് മക്കളെ വഴിതെറ്റിക്കരുതെന്ന് അമ്മ എപ്പോഴും പറയാറില്ലേ? ഞാൻ ഈ ഇടയ്ക്ക് ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു. ആ ചേച്ചി ഇത് തന്നെ പറഞ്ഞു. എന്തു പറഞ്ഞു? അപ്പന്മാരായിട്ട് മക്കളെ വഴിതെറ്റിക്കരുതെന്ന്. ആരാ മോനെ ചേച്ചി? ഞാൻ ഇന്നാള് പറഞ്ഞില്ലേ അമ്മേ, കാല് വയ്യാത്തൊരു ചേച്ചി. ആ ചേച്ചിയുടെ മാല ഞാൻ തിരിച്ചു കൊടുത്തു. ഇപ്പൊ ഞങ്ങൾ നല്ല കൂട്ടാ. ആ ചേച്ചി എന്താ പറഞ്ഞത്? പറഞ്ഞില്ല. ചേച്ചിക്ക് സംസാരിക്കാനും കഴിയില്ല, ആംഗ്യങ്ങളാ. ഞാൻ ഏതാണ്ടൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതീന്ന് ഞാൻ ഊഹിച്ചെടുത്ത് പറഞ്ഞതാ. ഞാൻ ഇനി മോഷ്ടിക്കാനൊന്നും ഇറങ്ങുന്നില്ല. അവരെനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടന്ന എന്തെങ്കിലും ജോലി എടുത്ത് ഞാൻ ജീവിച്ചോളാം. നന്നായി മോനെ. എന്തായാലും നിന്നെ നേർവഴിക്ക് നയിക്കുന്ന വേറൊരാൾ കൂടി ഉണ്ടല്ലോ. അതേതായാലും നന്നായി. അല്ല, ആരാ അവര്? അവരെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അവര് ദേവിയുടെ നടയിലെ ഒരു പൂക്കട നടത്തുക. പാവ, എന്നോട് വലിയ സ്നേഹ. ഇങ്ങനെ നല്ല മനസ്സുള്ളവരുമായിട്ട് വേണം കൂട്ടുകൂടെ. എന്നാലേ നമ്മളും നല്ലവരായിട്ട് ജീവിക്കും. അത് എന്നെ ഉദ്ദേശിച്ചല്ലേ? ഞാനൊക്കെ ചീത്ത മനസ്സുള്ളവരാണെന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? മനസ്സിലെ ദുർവിചാരങ്ങൾ ഉള്ളവരുടെ മനസ്സേ ചീത്തയായിരിക്കും.